Hi students, നമ്മൾ കൺട്രോൾ ടെക്നിക്സിൽ പല രീതിയിലുള്ള കൺട്രോൾസ് ആയിരുന്നു പഠിച്ചത്. ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടിരുന്നത് വാട്ട് ഈസ് മെൻ ബൈ ഇൻവെൻട്രി കൺട്രോൾ, വാട്ട് ഈസ് കോസ്റ്റ് കൺട്രോൾ, വാട്ട് ഈസ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ, അതേപോലെ തന്നെ ഇൻവെൻട്രി കൺട്രോൾ ഇതൊക്കെ എന്താണ്, അല്ലെങ്കിൽ ബഡ്ജറ്ററി കൺട്രോൾ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് ടൈപ്സ് ഓഫ് കൺട്രോൾസ് ഇൻ മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ടുഡേ വി ആർ മൂവിങ് ഓൺ ടു ദ ന്യൂ സെഷൻ ദാറ്റ് ഈസ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ഈ കൺട്രോൾ ടെക്നിക്കിലെ തന്നെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ബ്രേക്ക് ഈവൻ അനാലിസിസ് ആ വാക്ക് നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് ദിസ് ഈസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ യുവർ ഫർദർ സെമസ്റ്റേഴ്സ് ഓൾസോ. ബാക്കിയുള്ള ഇനി സെമസ്റ്ററിലൊക്കെ നിങ്ങൾക്ക് ഇത് പഠിക്കാനുണ്ട്, വാട്ട് ഈസ് മെൻ ബൈ ബ്രേക്ക് ഈവൻ. സോ ഇൻ ദിസ് സെമസ്റ്റർ വി ജസ്റ്റ് വോണ്ട് ടു, ഓർ ഇൻ ദിസ് ചാപ്റ്റർ വി ജസ്റ്റ് വോണ്ട് ടു നോ വാട്ട് ഇറ്റ് മീൻ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടോ അതിൻ്റെ ഗ്രാഫ്സ് ഒന്നും പഠിക്കേണ്ട, പക്ഷേ ഇനി അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് നമ്മൾ കണ്ടുപിടിക്കുക, ഇതെല്ലാം നിങ്ങൾക്ക് ഇനിയുള്ള സെമിസ്റ്റേഴ്സിൽ പഠിക്കുന്നു. സോ നൗ വി ആർ ജസ്റ്റ് ഗോയിങ് ഓൺ ടു വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. സോ these days a great deal of importance is given to the cost volume profit relationship. അപ്പോൾ കോസ്റ്റ്, നമ്മളുടെ എത്രത്തോളം ചിലവ് വരുന്നു, എത്രത്തോളം പ്രോഫിറ്റ് വരുന്നു, ഇത് നമുക്ക് പഠിക്കേണ്ടത് ഇപ്പോൾ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് നമ്മളുടെ കോസ്റ്റ് എപ്പോഴും എങ്ങനെയാണ്, കുറവായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളുടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ നമ്മളുടെ കോസ്റ്റ് എപ്പോഴും നമ്മുടെ ചിലവിനേക്കാളും അല്ലെങ്കിൽ എക്സ്പെൻസ് എപ്പോഴും നമ്മുടെ സെയിൽസിനേക്കാളും കുറവായിരിക്കണം. only if the expense is below the sales we will get profit. So in order to have a look into this, we want to have a study on the cost volume profit relationship, and this study is known as break even analysis. ഈ ഒരു കോസ്റ്റ് വോളിയം അതുപോലെ പ്രോഫിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുന്നതിനെ തന്നെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ദിസ് ടേം ഈസ് യൂസ്ഡ് ഇൻ ടു സെൻസസ്, ദാറ്റ് ഇസ് നാരോ ആൻഡ് ബ്രോഡ് സെൻസ്. ഇൻ ബ്രോഡ് സെൻസ് ദ ബ്രേക്ക് ഈവൻ അനാലിസിസ് റെഫേഴ്സ് ടു ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കോസ്റ്റ്, വോളിയം ആൻഡ് പ്രോഫിറ്റ് അറ്റ് ദി ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് സെയിൽസ് ആൻഡ് പ്രൊഡക്ഷൻ. നമ്മുടെ ഒരു ബ്രോഡർ കൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ നമ്മൾ കോസ്റ്റും വോളിയവും പ്രോഫിറ്റും എല്ലാ പ്രൊഡക്ഷൻ ഏരിയാസിലും അല്ലെങ്കിൽ സെയിൽസിൻ്റെ ഏരിയാസിലും നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ it is called break-even analysis. And in narrow sense we can say that it is a technique of determining that level of operation where total revenue equals total expense. ഷോർട്ട് ടേംസിൽ നമുക്ക് പറയാം നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന കൺസെപ്റ്റിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എത്രത്തോളം കോസ്റ്റ് ഇറക്കുക, എത്രത്തോളം അതിന് സെയിൽസ് ഉണ്ടാക്കുക. സോ ഓൾവേസ് ദ സെയിൽസ് ഷുഡ് മീറ്റ് ദ കോസ്റ്റിനനുസരിച്ച് തന്നെയായിരിക്കണം സെയിൽസ്. നോ പ്രോഫിറ്റ് നോ ലോസ് കണ്ടീഷൻ, അതിനെയാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് നമുക്ക് പറയാം. സോ ദിസ് ഇസ് എ ഡെഫിനിഷൻ ഫോർ ബ്രേക്ക് ഈവൻ അനാലിസിസ്. ഐദർ ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കോസ്റ്റ്, വോളിയം ആൻഡ് പ്രോഫിറ്റ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ദ സെയിൽസ് ആൻഡ് പ്രൊഡക്ഷൻ, or it is the level of operation or the technique of determining the level of operation where the total revenue is equal to the total expense. So what are the assumptions in a break-even analysis? First assumption that we are having is all elements of cost, എല്ലാ രീതിയിലുള്ള കോസ്റ്റുകളും, എന്തൊക്കെ കോസ്റ്റുള്ള പ്രൊഡക്ഷൻ, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ക്യാൻ ബി സെഗ്രിഗേറ്റഡ് ഇൻ ടു ഫിക്സഡ് ആൻഡ് വേരിയബിൾ കമ്പോണൻസ്. നമ്മൾ എല്ലാ കോസ്റ്റിനെയും എങ്ങനെ ക്ലാസിഫൈ ചെയ്യും? ഫിക്സഡ് കോസ്റ്റുകളെന്നും അതേപോലെ വേരിയബിൾ കോസ്റ്റ് എന്നും ക്ലാസിഫൈ ചെയ്യും. ദോസ് വിച്ച് റിമെയിൻസ് ഫിക്സഡ് ഫോർ എ പീരിയഡ് ഓഫ് ടൈം ഓർ വിച്ച് ഡു നോട്ട് എഫക്ട് ദി ഔട്ട്പുട്ട് ആർ കോൾഡ് ദ ഫിക്സഡ് കോസ്റ്റ്, ആൻഡ് വിച്ച് കോസ്റ്റ് വിച്ച് ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ പ്രൊഡക്ഷൻ and also it changes by time to time is called variable cost. അപ്പോൾ നമ്മൾ ടോട്ടൽ കോസ്റ്റിനെ ഏത് ടൈപ്പ് കോസ്റ്റ് ആണെങ്കിൽ അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക, ഫിക്സഡ് ആൻഡ് വേരിയബിൾ. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് അസംപ്ഷൻ. സെക്കൻഡ്, ദ വേരിയബിൾ കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ആൻഡ് ദിസ് fluctuates directly in proportional to the changes in the volume of output. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ പറഞ്ഞു ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. പക്ഷേ വേരിയബിൾ കോസ്റ്റ് ഓരോ ഔട്ട്പുട്ടിനനുസരിച്ച് മാറും. ദാറ്റ് ഈസ് ഇറ്റ് ഫ്ലക്ച്വേറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഔട്ട്പുട്ട് ഓർ ദ വോളിയം ഓഫ് ഔട്ട്പുട്ട്. വോളിയം ഓഫ് ഔട്ട്പുട്ട് കൂടുകയാണെങ്കിൽ നമ്മളുടെ വേരിയബിൾ കോസ്റ്റ് കൂടും. ഇഫ് ഇറ്റ് ഈസ് ഡിക്രീസിങ് the variable cost also decreases. That is the second assumption. Third is the fixed cost remains constant all volumes of production. എത്ര ഔട്ട്പുട്ട് ഉണ്ടായാലും ഫിക്സഡ് കോസ്റ്റ് എന്താണ്, സെയിം ആയിട്ട് തന്നെ നിൽക്കും. ഇറ്റ് റിമെയിൻസ് ദ കോൺസ്റ്റൻറ്റ്. ദെൻ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഇസ് ദ ഓൺലി ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് കോസ്റ്റ്. പിന്നെ നമ്മൾ അസ്യൂം ചെയ്യുന്ന വേറൊരു കാര്യമാണ് നമ്മളെ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഒറ്റൊരു കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ദാറ്റ് ഈസ് കോസ്റ്റ് എന്ന കൺസെപ്റ്റും. ആൻഡ് ദർ ഇസ് സിങ്ക്രണൈസേഷൻ ബിറ്റ്വീൻ ദ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ്. ഓൾവേസ് പ്രൊഡക്ഷൻ ഇസ്
റിലേറ്റഡ് ടു സെയിൽസ് എന്ന അങ്ങനെ ഒരു സിങ്ക്രനൈസേഷൻ ഉണ്ടെന്നുമാണ് നമ്മൾ വേറൊരു അസംഷൻ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാ അസംഷൻസും ഫേവറബിൾ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ബ്രേക്ക് ഈവൻ അനാലിസിസ് ചെയ്യാൻ പറ്റുക. സോ ദിസ് ഇസ് കോൾഡ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. നെക്സ്റ്റ്, what is meant by break even point? Break even analysis പറഞ്ഞാൽ എന്താ? when the cost is equal to the what? sales, അല്ലെങ്കിൽ നോ പ്രോഫിറ്റ് നോ ലോസ് കണ്ടീഷനാണ്. അപ്പോൾ ഏതൊരു പോയിന്റിലാണ് ദർ ഇസ് നോ ലോസ് ഓർ നോ പ്രോഫിറ്റ് എന്ന് പറയുന്നതിനെയാണ് ദ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുക. സോ ഇറ്റ് ഈസ് എ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ അറ്റ് വിച്ച് ദ റവന്യൂ ആൻഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ ആർ ദ സെയിം അറ്റ് ദിസ് പോയിന്റ് where there is neither profit nor loss. Every concern tries to reach this level of production at the earliest, and the profit starts only when the production increases beyond this level. ഒരു ലെവലിൽ പ്രൊഡക്ഷനും അതുപോലെ സെയിൽസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. ആ പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് പറയുക. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ? നമുക്ക് എപ്പോഴും പ്രോഫിറ്റ് ആയിരിക്കും റീച്ച് ചെയ്യുന്നത്. സോ ദിസ് ഇസ് കോൾഡ് ദ ബ്രേക്ക് ഈവൻ പോയിന്റ്. അതേപോലൊരു കൺസെപ്റ്റാണ് കോൺട്രിബ്യൂഷൻ. So contribution is just the difference between the sales and the variable cost or the marginal cost of sales. ഇപ്പോൾ നമ്മൾ വേരിയബിൾ കോസ്റ്റിൽ നിന്ന് നമ്മുടെ സെയിൽസിൽ നിന്ന് നമ്മൾ വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ സെയിൽസിൽ നിന്ന് നമ്മുടെ മാർജിനൽ കോസ്റ്റ് കുറയ്ക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് കോൺട്രിബ്യൂഷൻ. ഓരോ ആൾക്കാർക്ക് കിട്ടുന്നത് എന്താ? അപ്പോൾ കോസ്റ്റ് നമ്മൾ സെയിൽസിൽ നിന്ന് കുറയ്ക്കുമ്പോൾ എന്താ? പ്രോഫിറ്റ് എന്ന് പറയും. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് മാത്രമാണ് നമ്മൾ ആ കോസ്റ്റിൽ നിന്ന് കുറയ്ക്കുന്നതെങ്കിൽ, ഒരു കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഫിക്സ്ഡും ഉണ്ട് വേരിയബിളും ഉണ്ട്. അതിനകത്ത് വേരിയബിൾ കോസ്റ്റ് മാത്രം നമ്മുടെ സെയിൽസിൽ നിന്ന് കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂയെ നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയും. വൈൽ സെയിൽസ് മൈനസ് ടോട്ടൽ കോസ്റ്റ്, that is fixed cost plus variable cost, will be always profit. If it is only variable cost, it is contribution. So contribution is defined as the excess of selling price over the variable cost per unit, or it is the amount that is contributed towards a fixed expense and profit. ഇങ്ങനെ 3 definition നമുക്ക് പറഞ്ഞിട്ടുണ്ട്. You can study any of the definitions what is meant by contribution. So next concept is the PV ratio, profit volume ratio. PV ratio or profit bar volume ratio. So you can understand it is a relationship between the profit and the volume of production. So this PV ratio, it establishes the relationship between the contribution and sales and is of vital importance for studying the profitability of operations and of a business. ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ് പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാൽക്കുലേഷനാണ് പി വി റേഷ്യോ. സോ ഇൻ വിച്ച് ദ കൺസെപ്റ്റ് ഓഫ് പി വി റേഷ്യോ ഇസ് യൂസ്ഫുൾ ടു കാൽക്കുലേറ്റ് ദ ബ്രേക്ക് ഈവൻ പോയിന്റ്, ദ പ്രോഫിറ്റ് അറ്റ് എ ഗിവൻ volume of sales, the sales volume required to earn a given profit, and the volume of sales required to maintain the present profit if the selling price is reduced by the specified പെർസെൻറ്റേജ്. നമ്മൾ എന്തിനാ പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതർവൈസ് എത്ര വോളിയൂം ഓഫ് പ്രൊഡക്ഷനിൽ ഇത്ര വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുമെന്ന് അറിയാൻ, അല്ലെങ്കിൽ ഈ ഒരു പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എത്രത്തോളം വോളിയൂം കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എത്രത്തോളം സെയിൽസ് കൂട്ടണം എന്നതെല്ലാം പറയുന്നതാണ് ദിസ് പി വി റേഷ്യോ. സോ ബ്രേക്ക് ഈവൻ അനാലിസിസിന് തന്നെയുള്ളതാണ് ദ ബ്രേക്ക് ഈവൻ പോയിന്റ്, ദെൻ ദ കോൺട്രിബ്യൂഷൻ ആൻഡ് ദ പി വി റേഷ്യോ. Okay, so break-even point is an indication of the effectiveness and control. അപ്പോൾ നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിൽ തന്നെ ടോട്ടൽ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റി അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു ടെക്നിക്കിനെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് എ യാർഡ് സ്റ്റിക്ക് ഫോർ മെഷറിംഗ് ദ പെർഫോമൻസ് ഓഫ് മാനേജ്മെൻറ്റ്. നമ്മുടെ മാനേജ്മെൻറ്റ് പ്രോപ്പറാണോ വർക്ക് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു യാർഡ് സ്റ്റിക്കാണ്. യാർഡ് സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോൾ അല്ലെങ്കിൽ ഇതാണ് ഈ ഒരു വഴിയേ പോകാവുള്ളൂ എന്നതിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുക, ഓർ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയാം. സോ ദിസ് ഈസ് അബൌട്ട് ബ്രേക്ക് ഈവൻ അനാലിസിസ്. നെക്സ്റ്റ് വൺ ഇസ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൺട്രോൾ. പ്രോഫിറ്റ് ആൻഡ് ലോസ് കൺട്രോൾ, വാട്ട് വിൽ ബി ദാറ്റ്? പ്രോഫിറ്റും നമ്മുടെ ലോസും കൂടെ കൺട്രോൾ ചെയ്യുകയാണ്. സോ ഇറ്റ് ഈസ് a simple and a commonly used overall control technique to find out the immediate revenue or cost factors responsible for either the success or failure of an enterprise. ഒരു എൻ്റർപ്രൈസിൻ്റെ സക്സസ്സോ അല്ലെങ്കിൽ ഫെയിലിയറിനോ കാരണമാകുന്ന കോസ്റ്റിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മളുടെ ഓർഗനൈസേഷനെ പ്രോഫിറ്റിലേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഓർഗനൈസേഷനെ ലോസിലേക്ക് എത്തിച്ചത്, അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു കൺട്രോൾ ഡിവൈസാണ് പി ആൻഡ് എൽ കൺട്രോൾ. സോ ആസ് എ കൺട്രോൾ ഡിവൈസ് ഇറ്റ് ഈസ് റിഗാർഡഡ് വെരി എഫക്റ്റീവ്, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടാണ് പറയുന്നത്. ബിക്കോസ് ഇറ്റ് വിൽ ഇൻഫ്ലുവൻസ് ഇൻ അഡ്വാൻസ് റവന്യൂസ്, എക്സ്പെൻസസ് ആൻഡ് ഈവൻ പ്രോഫിറ്റ്സ് എല്ലാ കാര്യങ്ങളും കൺസിഡേർഡ് ആവുന്നുണ്ട്. ഇത് ഒരു ടൈപ്പ്.
ഒരു ടൈപ്പ് ഓഫ് കൺട്രോൾ. നെക്സ്റ്റ് വൺ ഇസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ അനാലിസിസ്. വേറൊരു കൺട്രോൾ ടെക്നിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ അനാലിസിസ്. ദിസ് ഇസ് മെൻ ഫോർ കമ്പയറിംഗ് ദ റേഷ്യോസ്, പെർസെൻറ്റേജ്, ആവറേജ് ആൻഡ് ട്രെൻഡ്സ് ഓഫ് ഡിഫറെൻറ്റ് പീരീഡ്സ് വിത്ത് എ വ്യൂ ടു പിൻ പോയിൻറ്റ് ദ ഡീവിയേഷൻ ആൻഡ് കോസസ്. ഇപ്പോൾ നമ്മളുടെ ഒരു പ്രൊഡക്ഷനിൽ പല സമയത്തും പല രീതിയിലുള്ള പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പല രീതിയിലുള്ള ലോസുകളായിരിക്കും നമ്മുടെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി ഫേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരു റേഷ്യോ കാണും, എങ്ങനെയാണ് ഇതിൻ്റെ പ്രോഫിറ്റ് ഇപ്പോൾ എത്രയാണ്, പ്രോഫിറ്റ് പെർസെൻറ്റ് എത്രയാണ്, അങ്ങനെയുള്ള റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്ത് ഇത് കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ അനാലിസിസ്. So this is very useful in case of the inventory control, production control and quality control. Inventory, production and quality control ആണ് നമ്മളെപ്പോഴും statistical data analysis നടത്തുന്നത്. So this control chart are prepared with the help of collected data and permissible limits are plotted. നമുക്ക് കുറച്ച് ഡേറ്റ കളക്ട് ചെയ്യും, എത്രത്തോളമാണ് നമ്മുടെ പ്രോഫിറ്റ് അത് ഇത് എന്നുള്ള ഡേറ്റ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ പെർമിസിബിൾ റേറ്റ് എത്രയാണെന്ന് നോക്കും. എന്നിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി പറയുക. പല രീതിയിലുള്ള കാൽക്കുലേഷൻസ് ഉണ്ട്. നിങ്ങളുടെ കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റിയും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കും. ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ അനാലിസിസ്. കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി. അപ്പം ഇതെപ്പോഴും എങ്ങനെയാണ്, ഒരു കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് ഒരു 1 to 2 റേഞ്ചിലായിരിക്കണം നിൽക്കുന്നത്. ബിക്കോസ് ഓൾവേസ് ദ കറണ്ട് അസറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ കറണ്ട് ലയബിലിറ്റി. ബട്ട് ഇഫ് the current assets is below or it is less than the current liability, always we will be having a point value, 0 point എന്നുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. In that case we can say that organization is not profitable, it is running in loss. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ പെർസെൻറ്റേജ് വെച്ചും റേഷ്യോസ് വെച്ചും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാം മാനേജ്മെൻറ്റിനെ. എങ്കിൽ management means the inventory, production and the quality. It is known as statistical data analysis. This is a good device of control. ഇതൊരു നല്ല ഡിവൈസാണ്. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ഡിവൈസ് പഠിച്ചു. ബഡ്ജറ്ററി കൺട്രോൾ, ഇൻവെൻറ്ററി കൺട്രോൾ, then cost control, production planning and control, and today we have discussed the break-even analysis and also the profit and loss and statistical data analysis. ഇതെല്ലാം നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് കൺട്രോളിങ്. അപ്പോൾ കൺട്രോൾ ടെക്നിക്സ് തന്നെ മോഡേണും ഉണ്ട് ട്രഡീഷണലും ഉണ്ട്. ഇതുവരെ പറഞ്ഞതെല്ലാം ട്രഡീഷണൽ കൺട്രോൾ ടെക്നിക്സ് ആണ്. നെക്സ്റ്റ് വൺ ഇസ് ദ മോഡേൺ കൺട്രോൾ ടെക്നിക്സ്. ഏറ്റവും മോഡേൺ ആയിട്ടുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ കൺട്രോൾ ടെക്നിക്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ദാറ്റ് ഇസ് ROI. ഇറ്റ് ക്യാൻ ബി ഓൾസോ നോൺ ആസ് ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൽ നമുക്ക് എത്രത്തോളം റിട്ടേൺ കിട്ടി. സോ ദ പ്രോഫിറ്റ് ഏൺ ഇൻ റിലേഷൻ ടു ദ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻ എ ബിസിനസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കൺട്രോൾ ടെക്നിക്. വാട്ട് ഈസ് ദ പ്രോഫിറ്റ് ദാറ്റ് വി ഏൺ ഓൺ അവർ ഇൻവെസ്റ്റ്മെൻറ്റ്? അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. സോ ഇഫ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് ക്വൈറ്റ് സാറ്റിസ്ഫാക്ടറി, ഇറ്റ് വിൽ ബി ടേക്കൺ ആസ് എ യാർഡ് സ്റ്റിക്ക് ഓഫ് ഗുഡ് പെർഫോമൻസ്. ഇപ്പോൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് പൈസ ഇട്ടിട്ട് അതിനനുസരിച്ച് റവന്യൂ കിട്ടിയെങ്കിൽ, ദാറ്റ് ഈസ് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടുന്നെങ്കിൽ, വി ക്യാൻ സേ ദാറ്റ് ദ ബിസിനസ് ഇസ് ഇൻ പ്രോഫിറ്റ്. ഇഫ് ഇറ്റ് ഈസ് ലോവർ, വി വിൽ സേ ദാറ്റ് ഇറ്റ് ഇസ് ഇൻ ലൂസ്. അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാൻ നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ എത്രത്തോളം പ്രോഫിറ്റ് കിട്ടിയെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത്, കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരെണ്ണം മുന്നോട്ട് കൊണ്ടുപോകുക, കിട്ടിയിട്ടില്ലെങ്കിൽ ഹൗ ടു കൺട്രോൾ ഇറ്റ്. ദാറ്റ് ഈസ് ദ മോഡേൺ ടെക്നിക് ROI. നെക്സ്റ്റ് there is an equation for this ROI. ROI is equal to net profit before interest and tax by the capital employed. നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എത്ര കിട്ടി, ഇൻട്രസ്റ്റും ടാക്സും ഒന്നും കുറയ്ക്കാതെ തന്നെ നമുക്ക് എത്രത്തോളം ഉണ്ട്, ഡിവൈഡഡ് ബൈ ദ ക്യാപിറ്റൽ ദാറ്റ് വി ഹാവ് ഇൻവെസ്റ്റഡ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ദിസ് ഗീവ്സ് ദ ROI. ROI is used to measure the overall efficiency of a business. ഒരു ബിസിനസ്സിൻ്റെ ഓവറോൾ എഫിഷ്യൻസിയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. But there is a drawback of this method, or a drawback on the, what is the drawback? It is the determination of capital employed in a concern, as this concept is open to conflicting interpretations. ക്യാപിറ്റൽ ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ക്യാപിറ്റൽ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇക്വിറ്റി ക്യാപിറ്റൽ ഉണ്ടായിരിക്കും. അതുപോലെ നമ്മൾ ഡിബഞ്ചേഴ്സ് എടുത്തിട്ടുള്ള ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. പിന്നെ ഫ്രീ റിസർവ്സ് ഉണ്ടായിരിക്കും, ലോങ് ടേം ലോൺസ് ഉണ്ടാവും. ഇതെല്ലാം ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്. അപ്പം ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ വരുന്നതുകൊണ്ട് ചില കോൺട്രവേഴ്സീസും വരാറുണ്ട്. സോ ദിസ് ഈസ് വൺ ഓഫ് ദി മോഡേൺ ടെക്നിക് ROI. അനദർ മോഡേൺ ടെക്നിക് ഈസ് എ PERT, PERT, ദാറ്റ് ഈസ് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. ഇതിന് നിങ്ങൾക്ക് പ്രോബ്ലംസ് ആയിട്ട് ചെയ്യാൻ പഠിക്കുന്നുണ്ടാവും ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ ദ ഫ്യൂച്ചർ സെമസ്റ്റേഴ്സ്. സോ നൗ യു ജസ്റ്റ് വാണ്ട് ടു നോ വാട്ട് ഈസ് മെൻ ബൈ PERT. ഇതിൻ്റെ ഫുൾ ഫോമും കൂടെ പഠിക്കുക, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. ഇറ്റ് ഈസ്
It was first developed as a management tool for coordination and early completion of Polaris ballistic missile project in USA, resulting in a reduction of 30% in time in project execution. That is, നമ്മളുടെ ഒരു USA ഒരു പ്രൊജക്റ്റിന് വേണ്ടി പൊലാരിസ് ബാലിസ്റ്റിക് മിസൈൽ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് PERT അനാലിസിസ് നമ്മൾ യൂസ് ചെയ്തത്. ഇത് ഒരു 30% നമുക്ക് ടൈം റിഡ്യൂസ് ചെയ്ത് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പം ഈ PERT പോലെ തന്നെ CPM എന്ന് പറഞ്ഞൊന്നുണ്ട്, ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ഇത് രണ്ടും നമ്മൾ എന്തിനാ കൺസ്ട്രക്ഷൻ വർക്ക് എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൻ്റെ ടൈം പീരീഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ബെറ്റർ കോർഡിനേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ദിസ് ഇസ് എ മോഡേൺ technique. So, the PERT is useful at several stages of project management, starting from the early planning stage when various alternative programs are being considered, to the scheduling phase when time and resources are laid out, to the final stage of operation. So, നമ്മളുടെ റിസോഴ്സ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും, ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു, ഇതൊക്കെയാണ് നമ്മൾ PERT അനാലിസിസിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. Next one is Management Information System, or MIS. It is also a timely, adequate and accurate information to the right person in an organization to take a important decision. പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി എങ്ങനെയാണ് ഡിസിഷൻ എടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ദിസ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നല്ലേ. സോ ഇറ്റ് വിൽ കളക്ട് ഇൻഫർമേഷൻ ടു ടേക്ക് എ ബെറ്റർ ഡിസിഷൻ. സോ ഇതിൽ ഒരു ഇൻ്റലിജൻസ് വർക്ക് ചെയ്തിട്ടായിരിക്കും, ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാ ഡേറ്റയും കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ഇത് 2 ടൈപ്സ് ആയിട്ട് വരാറുണ്ട്. ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെൻ ഫോർ മീറ്റിംഗ് ദ ഇൻഫർമേഷൻ നീഡ്സ് ഓഫ് ലോവർ ആൻഡ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. അതുകൊണ്ട് അതേപോലെ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ ഓർ റിപ്പോർട്ടിംഗ് സിസ്റ്റം വിച്ച് സപ്ലൈസ് ഇൻഫർമേഷൻ ടു ദ ടോപ്പ് മാനേജ്മെൻറ്റ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. നമുക്ക് ഒരു മിഡിൽ ലെവലും അതുപോലെ ലോവർ ലെവൽ എംപ്ലോയീസിന് ഡേറ്റ കിട്ടാൻ വേണ്ടിയിട്ടും നമ്മളുടെ ഡേറ്റ ടോപ്പ് മാനേജ്മെൻറ്റിലേക്ക് കിട്ടി അതിൽ നിന്നൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി 2 രീതിയിൽ MIS ആക്ട് ചെയ്യാറുണ്ട്. So this is another technique or the modern technique of management control. And the fourth one is management audit. Management audit എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓഡിറ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്പെക്ഷൻ പോലെയാണ്. So this management audit system is an investigation by an independent organization to find out whether the management is carried out more effectively or not. നമ്മളെപ്പോഴും ഓഡിറ്റിംഗ് ഒരു പുറത്തുനിന്ന് ഒരാളെ കൊണ്ടാണ് ചെയ്യുക, ബിക്കോസ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്, ഇഫ് ഇറ്റ് ഈസ് ഡൂയിങ് എ പ്രോപ്പർ വേ, ഒരു കാര്യം മുന്നോട്ട് കറക്റ്റായിട്ടാണോ പോകുന്നത് ഓർ നോട്ട് എന്നത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യുക. സോ ഇറ്റ് ഈസ് an investigation by an independent outside body to find whether our organization is working properly or not. So in case there are drawbacks at any level, then recommendation will be given to the management efficiency to improve the management efficiency. എന്തെങ്കിലും ഡ്രോബാക്ക് ഫേസ് ചെയ്താൽ നമ്മുടെ മാനേജ്മെൻറ്റ് ഓഡിറ്റിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അറിയുകയാണെങ്കിൽ നമ്മളെന്താ ഇത് മാനേജ്മെൻറ്റിലേക്ക് അറിയിക്കും. ഇതിനെയാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയാം. ഇതിന് പല ഒബ്ജക്റ്റീവ് ഉണ്ട്. എഫിഷ്യൻസി കൂട്ടുക, പോലെ റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, പ്രോപ്പർലി ആണോ പ്ലാൻസും പ്രോഗ്രാംസൊക്കെ നമ്മുടെ മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഇഫ് ദേ ആർ carried out properly, executed properly, that we can understand, then we can suggest some of the ways to improve our efficiency, then how to discharge the duties and responsibility to every person. It will be helped. In that case also it will be helpful. Then the organization structure will also be reviewed in the management audit, and whether the enterprise share in the മാർക്കറ്റ് ഇസ് ഇൻക്രീസിങ് ഓർ ഡിക്ലൈനിങ്. അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ പൊസിഷൻ മുന്നോട്ട് നല്ല രീതിയിലാണോ പോകുന്നതോ ഇടിഞ്ഞു പോവുകയാണോ, ഇതെല്ലാം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് വി ക്യാൻ കൺട്രോൾ ഇറ്റ് ബൈ യൂസിങ് ദിസ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. സോ in case the management is not able to achieve its objective, then this point is brought to the notice of shareholders or owners. മാനേജ്മെൻറ്റിന് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ, നമ്മളിത് ഷെയർ ഹോൾഡേഴ്സിനെ ഓണേഴ്സിനെ അറിയിക്കും. ആൻഡ് they will take the corrective action to improve the business. So these are the modern techniques or the modern control techniques. What are they? First one was the return on investment, then PERT, program evaluation and review technique, then MIS, management information system, and management audit. 4 types ഉണ്ട്. അപ്പം നമ്മൾ ട്രഡീഷണൽ ടെക്നിക്സും ഡിസ്കസ് ചെയ്തു, അതേപോലെ മോഡേൺ ടെക്നിക്കും ഡിസ്കസ് ചെയ്തു. ദിസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിനി ക്ലാസ്സിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്, നമുക്കത് ക്ലിയർ ചെയ്ത് പോകാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. താങ്ക് യു.